എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയുള്ള ആഴിമല ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് ആഴിമല ജംഗ്ഷൻ ബസ് സ്റ്റോപ്പ്. തിരുവനന്തപുരത്ത് നിന്നും വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ ഒരു 22 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ സാധിക്കും. ആ കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള മനോഹരമായ കവാടമാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ഒരു 500 മീറ്റർ ദൂരമേ നടക്കാനുള്ളൂ. സ്വന്തമായ വാഹനത്തിൽ വരുന്നവർക്ക് പാർക്കിങ്ങിനുള്ള നല്ല സൗകര്യവുമുണ്ട്. റോഡിൻ്റെ വശങ്ങളിലായി നല്ല കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനടുത്ത് എത്തിയിരിക്കുന്നു. കളർഫുള്ളായ ശില്പഭംഗിയുള്ള മനോഹരമായ ക്ഷേത്രം. കടലിനോട് ചേർന്ന് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ശിവക്ഷേത്രം, ആഴിമല ഗംഗാധേശ്വര ക്ഷേത്രം. ഇനി നമ്മൾക്ക് ക്ഷേത്രത്തിനകത്തോട്ട് പോകാം. പുറമേ ഉള്ളതുപോലെ തന്നെ അതിമനോഹരം തന്നെയാണ് അകത്തുള്ള ദൃശ്യങ്ങളും. കയറി ചെല്ലുമ്പോൾ തന്നെ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഗംഗാധേശ്വര രൂപത്തിലുള്ള ശിവൻ്റെ 58 അടി ഉയരമുള്ള കൂറ്റൻ പ്രതിമ നമ്മൾക്ക് കാണാൻ കഴിയും. കാറ്റിൽ ഒഴുകിയഴിയുന്ന ശിവഭഗവാന്റെ മുടി കാണാൻ തന്നെ ഒരു ക്ലാസിക്കൽ ലുക്കാണുള്ളത്. 6 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ പ്രതിമയിൽ ചതുർഭുജ അവതാരത്തിലാണ് ശിവനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിമയ്ക്കുള്ള ആ ഗാംഭീര്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പുലിത്തോല് ധരിച്ച, രുദ്രാക്ഷം അണിഞ്ഞ, പിന്നെ കഴുത്തിലെ ആ സർപ്പവും തലയിലെ ചന്ദ്രക്കലയുമൊക്കെ ശില്പത്തിന് നൽകുന്ന പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ മനോഹരമായ ലുക്ക് തന്നെയാണ് അവിടുന്ന് സൈഡിലുള്ള ആ മഹാസമുദ്രത്തിൻ്റെ ദൃശ്യങ്ങളും. ഈ ശില്പം ഡിസൈൻ ചെയ്ത PS ദേവദത്തൻ എന്ന ശില്പിക്ക് എല്ലാ ആദരവും ആശംസകളും നേരുന്നു. പ്രൗഢിയും ഗാംഭീര്യവുമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ ശിവപ്രതിമയ്ക്ക് മുന്നിൽ ഫോട്ടോ എടുക്കുവാൻ എപ്പോഴും നല്ല തിരക്കാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ വിഴിഞ്ഞൻ ഹാർബറിൻ്റെ ദൃശ്യങ്ങളും സൺസെറ്റ് പോയിൻറ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്ര മനോഹരമായ ഒരു ബീച്ചും. കുറച്ചു താഴത്ത് തന്നെ ഐ ലവ് ആഴിമല എന്നെഴുതിയിരിക്കുന്ന ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെൽഫി പോയിൻറ്റുമുണ്ട്. ഇവിടെ ക്ഷേത്രം മാത്രമല്ല കാണാനുള്ളത്. ഈ ശിവപ്രതിമയ്ക്ക് താഴെയായി ഒരു ഗുഹാക്ഷേത്രം കൂടിയുണ്ട്. അതിലേക്ക് പോകുവാൻ തനിയെ എൻട്രി ടിക്കറ്റ് എടുക്കണം. ഇതാണ് ആ കേവ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. അവിടേക്ക് ഫോട്ടോഗ്രാഫി, സെൽഫോൺ ഒന്നും തന്നെ അലൗഡല്ല. ഗുഹാക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്ന ആ അനുഭവം ശാന്തതയുടെയും മെഡിറ്റേഷൻ്റെയും ഒരു എക്സ്ട്രീം പീക്ക് എന്നൊക്കെ പറയില്ലേ, എന്ന ഒരു അനുഭവം. അതാണ് ആ കേവ് ടെമ്പിൾ.
ഈ മനോഹരമായ ബീച്ചിൽ കുതിര സവാരിയും അതുപോലെ ആൾ ടെറൈൻ വെഹിക്കിളുള്ള റൈഡും സൺ ബാത്തിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. പാറക്കെട്ടിൻ്റെ അരികിലൂടെ കുറച്ച് മുന്നോട്ട് പോകാം. അത്രയും വൃത്തിയുള്ള ഒരു കടൽ തീരം, അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ. ഇവിടെ നിന്നും വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു നല്ല വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇതാ ആ കാണുന്നതാണ് വിഴിഞ്ഞം ഹാർബർ, അദാനി വിഴിഞ്ഞം ഹാർബർ. അവിടേക്കെല്ലാം പോകാൻ അനുമതിയുണ്ടോയെന്നറിയില്ല. ശാന്തമായ കടലിൻ്റെ ഇരമ്പിക്കയറുന്ന കടലലകളുടെ, അതുപോലെ നദികളുടെ, മലനിരകളുടെ, വിശാലമായ ആകാശത്തിൻ്റെ ഇതുപോലെയുള്ള പ്രകൃതി സൗന്ദര്യങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത ഒരു അനുഭവമാണ് ഉണ്ടാവുക. ഇതാ ഈ അലകളിൽ നിന്നും വന്ന 2 മീൻ കുഞ്ഞുങ്ങൾ ഇതാ ഇവിടെ കിടന്ന് പിടയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.